ഹായ് ഗുഡ് മോർണിംഗ്. ഞാൻ തൃശ്ശൂർ പോവാണ് കേട്ടോ. തൃശ്ശൂർ ഒരു കല്യാണം ഉണ്ട്. ഇതൊക്കെ എന്താ ഇങ്ങളോട് പറയണത് എന്നല്ലേ, എന്താ പറയുക, എല്ലാം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് സംഘൂന് ഇങ്ങോട്ട് പറയാതെ പോയ മനസ്സിലേക്ക് ഭയങ്കര പൊറുതിയേടാണ്. കല്യാണം അല്ല കേട്ടോ, കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഒരാഴ്ച ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നലെയാണ് ഇത് ഞങ്ങൾക്കായിട്ടുള്ള ഒരു സ്നേഹവിരുന്നാണെന്ന് മനസ്സിലായത്. ഞാൻ മോഡേൺ ഡ്രസ്സൊക്കെ എടുത്ത് അടുപ്പിച്ചൊക്കെ വെച്ചിരുന്നു കേട്ടോ. അപ്പയ്ക്കൊരു പൊറുതിയേട്, നമ്മൾ നാലാൾ പോണേന് എന്തിനാ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇടുന്നത്. അങ്ങനെ തിരിച്ചും മറിഞ്ഞൊക്കെ ഞാൻ ഡ്രസ്സ് നോക്കിയപ്പോൾ ലാസ്റ്റ് ഞാൻ ഈ പച്ച ഡ്രസ്സുമില്ലാണ്ട് ഉറപ്പിച്ച്. അപ്പോൾ കല്യാണ വിശേഷങ്ങളായിട്ട് കാണട്ടെ. അപ്പം ഞാൻ കല്യാണത്തിന് പോയി വരട്ടോ. ഇൻഷാല്ലാ ഞാൻ പോയി വരുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പോകണേ. അങ്ങനെ ഞാൻ നേരെ അരീക്കോട് പോയി. അരീക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് 5:40 ഒരു KSRTC വന്നു കേട്ടോ. അങ്ങനെ ഞാൻ തൃശ്ശൂർക്ക് കയറി. ആരും യാത്രയ്ക്കില്ലാത്തതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കുള്ള യാത്ര ഭയങ്കര പോറായിരുന്നു. എല്ലാവരും തൃശ്ശൂരെത്താന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇതാക്കണം ഞാൻ പോയി തൃശ്ശൂർ എത്തിയിട്ട് ഒരു 9:10 മണിയായപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ KSRTC സ്റ്റാൻഡിൽ നിന്ന് ഒരു ചായയും കുടിച്ച് ഒരു ബോണ്ടയും കഴിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ സാധീനെയും കൂട്ടിനെയും കാത്തിരിക്കുകയാണ് കേട്ടോ. ഒരു പോന്നിട്ടുണ്ട് ഇരുന്നിരുന്നിരുന്നിരുന്നാണ് സംഘത്തിന് ബോറടിച്ച്. അങ്ങനെ ബസ്സിൻ്റെ എണ്ണം ബസ്സിൻ്റെ കളറൊക്കെ നോക്കി കുറച്ച് നേരം ആസ്വദിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ റീലും സെറ്റാക്കി കേട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ സാധീനെയും സുധീർക്കാനെയും പുഷ്പച്ചിനും എല്ലാവരും കാത്തുത്തിരുന്ന്. അങ്ങനത്തെ എല്ലാവരും എത്തി. ഞങ്ങൾ നേരെ ചായ അടിക്കാൻ പോയിട്ടോ. അതാക്കണ സാധി ഉണ്ട്, പിന്നെ നമ്മളെ ഷെരീഫ് വണ്ടിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ മേഡത്തിന്. അങ്ങനെ ഇതാക്കണം ഞങ്ങൾ റോസ്റ്റും പിന്നെ ഇപ്പം എന്താ കറിയും കഴിച്ചിട്ടോ. എല്ലാവരും പാടെ ചായ അടിച്ച് കിന്നരങ്ങളും തമാശകളും പറഞ്ഞ് ഒരുമിച്ചുള്ളൊരു ആ ചായക്കുടി അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. നല്ല സ്നേഹത്തോടെ ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചപ്പം അതിലേറെ ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ ഞങ്ങൾ ചായക്ക്. അങ്ങനത്തെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് നമ്മൾ ആർമീൻ്റെ വീട്ടിൽ കിട്ടോ, അഭയക്കരെന്ന് പറഞ്ഞ ആർമീൻ്റെ വീട്ടിലേക്ക്. അപ്പം അടുത്ത വീട്ടിൽ